നാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. യഹോവ ഭക്തിയെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. യഹോവ ഭക്തിയുള്ള സ്ത്രീ പ്രശംസിക്കപ്പെടും. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തൻ്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു എന്ന് സദൃശവാക്യം 14:1 നാം കണ്ടു. വേലയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. വേലയോട് പലരും പല വിധത്തിലാണ് പ്രതികരിക്കുന്നത്. പലരും വേലയിൽ ഉത്സാഹികളായിരിക്കുമ്പോൾ ചിലർ മഹാമടിയുള്ളവരായിരിക്കുന്നു. ഇനി ഒരു കൂട്ടർ വേല ചെയ്യുന്നത് മാനക്കേടായി കരുതുന്നു. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനോടനുബന്ധിച്ച് തന്നെ വേലയുടെ തുടക്കവും നമുക്ക് കാണുവാൻ കഴിയും. ഏദൻ തോട്ടത്തിൽ പഴം പറിച്ച് തിന്നുക മാത്രമല്ല, അതിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനുമുള്ള ചുമതലയും ദൈവം മനുഷ്യന് കൊടുത്തിരുന്നു. ഉൽപ്പത്തി 2:15. പാപം മൂലം മനുഷ്യനെ പുറത്താക്കിയപ്പോഴും ദൈവം കൽപ്പിച്ച കാര്യം നിലത്തിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ ഉപജീവനം കഴിക്കണം എന്നാണ്. ഉൽപ്പത്തി 3:19. മനുഷ്യൻ നന്നായി അധ്വാനിച്ച് വിയർത്ത് ആഹാരം കഴിക്കണം എന്ന ദൈവ വ്യവസ്ഥ തന്നെയാണ് അവൻ്റെ ആരോഗ്യത്തിന് നിദാനമെന്ന് ഇന്ന് ലോകം മനസ്സിലാക്കുന്നു. വേലയെപ്പറ്റിയുള്ള ചില വചനങ്ങൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയുമരുത്, വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം. 2 തെസ്സലോനിക്കർ 3:10-12. സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുന്നതിൽ അഭിമാനം തോന്നണം. 1 തെസ്സലോനിക്കർ 4:12. വേലയിൽ മടിയനായവൻ മുടിയൻ്റെ സഹോദരൻ. പ്രൊവേർബ്സ് 18:9. നിദ്രാപ്രിയൻ മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ എല്ലാം ദരിദ്രനായിത്തീരും. പ്രൊവേർബ്സ് 20:13-10-4. വേല ചെയ്യാതെ പരകാര്യം നോക്കി നടക്കുന്നവൻ ക്രമം കെട്ട് നടക്കുന്നവനാണ്. 2 തെസ്സലോനിക്കർ 3:11. മടി ദാരിദ്ര്യത്തെ കൊണ്ടുവരുമ്പോൾ ഉത്സാഹം മനുഷ്യന് വിലയേറിയ സമ്പത്ത് ആകുന്നു. പ്രൊവേർബ്സ് 12:27. തങ്ങളുടെ വേലകളിൽ ഉത്സാഹത്തിന് മാതൃകകളായി അനേകം തരണീയമണികളെ നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. ജീവനുള്ള ദൈവത്തെ പിൻപറ്റി യഹോവഭക്തി തിരഞ്ഞെടുത്തുകൊണ്ട് ശിഥിലമായിപ്പോയ നവോമിയുടെ ഭവനത്തെ പണിതുയർത്തിയ പുറജാതിക്കാരിയായ രൂത്ത് നമുക്ക് കാണാം. അവൾ ഉത്സാഹത്തോടെ രാവിലെ തുടങ്ങി വൈകുന്നത് വരെ ബോവാസിൻ്റെ വയലിൽ പോയി കതിരുകൾ പെറുക്കി മെതിച്ച് കൊണ്ടുവന്ന് കുടുംബം പുലർത്തി. രൂത്ത് 2:17-18. അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് വന്ന അതിഥികൾക്കായി പിറുപിറുപ്പ് കൂടാതെ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവിൻ്റെ അപ്പം ചുടുന്ന സാറ. ഉൽപ്പത്തി 18:6. എലയാസർ ഇസ്ഹാക്കിന് ഭാര്യയെ എടുക്കുവാൻ അന്വേഷിച്ചു പോകുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. താൻ കുടിപ്പാൻ വെള്ളം ചോദിക്കുമ്പോൾ കുടിക്കുക, ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാം എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണ് ഇസ്ഹാക്കിന് നിയമിച്ചവളായിരിക്കും എന്ന് ഗ്രഹിക്കുമെന്നായിരുന്നു. ഉൽപ്പത്തി 24:14. അതുപോലെ തന്നെ എലയാസർ പോയി കുടിക്കുവാൻ വെള്ളം ചോദിച്ചപ്പോൾ അവൾ ഓടി വേഗം പാത്രം ഇറക്കി കുടിക്കുവാൻ കൊടുത്തത് കൂടാതെ കിണറ്റിലേക്ക് ഓടിയിറങ്ങി ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം കുടിക്കുവാൻ വേഗം കോരിക്കൊടുക്കുന്നത് കാണാം. അവളുടെ ഉത്സാഹവും ഔദാര്യവും എല്ലാം കണ്ടപ്പോൾ തൻ്റെ യജമാനൻ്റെ മകന് വേണ്ടി നിയമിച്ചവളാണ് അവൾ എന്ന് എലയാസർ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ
സമാഗമന കൂടാരപ്പണിക്ക് വേണ്ടി, അലങ്കാരപ്പണിക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഉത്സാഹവും സാമർഥ്യവുമുള്ള സ്ത്രീകളാണ്. കച്ചവടക്കപ്പൽ എന്ന പോലെ രാവിലെ എഴുന്നേറ്റ് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്ന യഹോവഭക്തിയുള്ള സ്ത്രീയെ സദൃശവാക്യം 31:13-14 നമുക്ക് കാണാം. ഇവരെല്ലാം ഉത്സാഹത്തിന് മാതൃകകളായിട്ട് വചനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് കാണാം. ദൈവവചനം ദൂഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഈ നിലയിൽ അഭ്യസിപ്പിക്കേണ്ട ചുമതല മുതിർന്ന സ്ത്രീകൾക്ക് ഉണ്ട്. തീത്തോസ് 2:4-5. ഭവനത്തിൽ ഉള്ള വേലകൾ മാത്രമല്ല, ദൈവിക വേലകളിലും നാം ഉത്സാഹമുള്ളവരായിരിക്കേണ്ടവരാണ് എന്ന് കാണുവാൻ കഴിയും. ശാരീരികമായ വ്യായാമം ഈ ഭൂമിയിൽ വസിക്കുന്ന അല്പകാലത്തേക്ക് പ്രയോജനകരമായിരിക്കുമ്പോൾ, ദൈവഭക്തിക്കനുസൃതമായ വ്യായാമം ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്തം ഉള്ളതാകുന്നു. 1 തിമോഥെയോസ് 4:8. സ്ത്രീകൾക്ക് സഭയിൽ മിണ്ടാതിരിക്കുക എന്ന സ്ഥാനമാകയാൽ ശിഷ്ടമുള്ള ക്രിസ്തീയ ജീവിതം നിഷ്ക്രിയരായി കഴിച്ചു കൂട്ടുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മശീഹ വരുമ്പോൾ സകലതും അറിയിച്ചു കൊടുക്കുമെന്നും ശമരിയ സ്ത്രീ വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ 4:25. ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് അവളുടെ വിശ്വാസത്തെ മാനിച്ച് അവളെ തേടി അവളുടെ വേലസ്ഥലത്ത് ചെന്ന് അവളുടെ ആത്മീയ ദാഹത്തെ തീർത്തു കൊടുക്കുന്നു. മശീഹായെ അഥവാ രക്ഷകനെ കണ്ടെത്തിയ അവൾ ഉത്സാഹത്തോടെ തൻ്റെ പട്ടണത്തിലേക്ക് ചെന്ന് ജനങ്ങളോട് സാക്ഷ്യം പറഞ്ഞ് അവളുടെ സാക്ഷ്യനിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും വിശ്വസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. വിശ്വസിച്ചവർ മുഖേന കർത്താവ് അവരുടെ പട്ടണത്തിലേക്ക് ചെല്ലുകയും അവൻ്റെ വചനം കേട്ട് വീണ്ടും അനേകം പേർ കർത്താവിൽ വിശ്വസിപ്പാൻ ഇടയാകുകയും ചെയ്തു. യോഹന്നാൻ 4:28-30 വരെ, 39-41 വചനങ്ങൾ. മശീഹായെ അഥവാ രക്ഷകനെ കണ്ടുമുട്ടിയ നമുക്കും ഉള്ള ഒരു ദൂതാണിത്. നാം അറിഞ്ഞ സത്യം അനേകർക്കും നമ്മളെ ദൈനംദിനം നാം കാണുന്നവരോടും കാണുന്ന മക്കളോടും ദൈവവചനത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ സത്യം ആദ്യം വെളിപ്പെട്ടത് മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോവിൻ്റെ അമ്മ മറിയ എന്നിവർക്കും അവരോട് കൂടെയുള്ള സ്ത്രീകൾക്കുമായിരുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന ഉയർപ്പിൻ സന്ദേശം വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറയുവാൻ ഈ സ്ത്രീകളെയാണ് കർത്താവ് ഫലമേൽപ്പിച്ചത്. മത്തായി 28:5-8 വരെ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ സുവിശേഷം വിശ്വസിച്ച നമുക്കും കൂടെ ഉള്ളതല്ലേ ഈ സന്ദേശം? സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനോടൊപ്പം വളരെ അധ്വാനിച്ചവരിൽ അനേകം സ്ത്രീകളെയും കാണുവാൻ കഴിയും. ഫിലിപ്പിയിലെ ആദ്യ ഫലം ലുദിയ എന്ന സ്ത്രീയായിരുന്നു. താമസിയാതെ അവിടെ ഒരു സഭ രൂപം പ്രാപിച്ചു. സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനോടുകൂടെ പോരാടിയ യുവോദ്യ, സുന്ദക എന്നിവരെയും കാണുവാൻ കഴിയും. കർത്തൃവേലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന പ്രിസ്ക, അസ്ക്വില്ല ദമ്പതികൾ ദൈവമക്കളെ ഭവനത്തിൽ ചേർത്ത് കൊള്ളുന്നതിൽ വളരെ തൽപരർ ആയിരുന്നു. കൊരിന്തിൽ ഇവരോടൊപ്പം താമസിച്ച് കൂടാരപ്പണി ചെയ്തുകൊണ്ടാണ് പൗലോസ് സുവിശേഷ ഘോഷണം നടത്തിയിരുന്നത്. പുസ്തകപ്രവൃത്തികൾ 18:2-4 വരെ. തങ്ങളുടെ ജീവനെപ്പോലും തൃണവലിൽ ഗണിച്ചുകൊണ്ട് പൗലോസിനോടൊപ്പം അവരും സുവിശേഷ ഘോഷണത്തിൽ ഏർപ്പെട്ടിരുന്നു. റോമർ 16:3-5 വരെ. ദൈവത്തിൻ്റെ മാർഗം സ്പഷ്ടമായി തെളിയിച്ചു കൊടുക്കുന്നതിൽ അവർ ജാഗ്രത പുലർത്തിയിരുന്നു. ഈ പ്രവർത്തനത്താൽ ക്രിസ്തുവിൽ സമ്മതനായി തീർന്ന അപ്പല്ലോസ് എന്ന അലക്സാന്ദ്രിയക്കാരൻ ക്രിസ്തുവിനായി വളരെ പ്രയോജനപ്പെടുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 18:26. നമുക്കുള്ളത് ചെറിയ കഴിവുകളാണെങ്കിലും
അത് ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോൾ അനേകം മടങ്ങ് അനുഗ്രഹങ്ങൾ കർത്താവ് അതിന്മേൽ ചൊരിയുന്നത് കാണുവാൻ കഴിയും. യജമാനൻ കൊടുത്ത താലന്ത് കൊണ്ട് ഒന്നും നേടാതിരുന്ന ദാസനെ ദുഷ്ടനും മടിയനും എന്നാണ് വിളിക്കുന്നത്. മടി ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ആകയാൽ സമയം തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് വീട്ടുകാര്യത്തിലും സുവിശേഷ ഘോഷണത്തിലും നമ്മുടെ വേലകൾ ഉത്സാഹത്തോടെ ചെയ്യുന്നവരായിരിക്കാം. അതോടൊപ്പം അന്യോന്യ ഉത്സാഹം വർദ്ധിപ്പിക്കാനും നമുക്ക് സൂക്ഷിച്ചിരിക്കാം. തീത്തോസ് 3:8, എബ്രായർ 10:25. സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ പ്രശംസിപ്പാൻ ഒന്നുമില്ല, അറിയിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം എന്ന് വചനം പറഞ്ഞിരിക്കുന്നു. സമയം തക്കത്തിൽ വിനിയോഗിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.